ഈ ആസ്തി നമുക്ക് കിട്ടണമെങ്കിൽ അവരെ നന്നായിട്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാ. ആസ്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയെങ്കിലും ആ മേഘനയുടെ കാര്യത്തിൽ നീ ഒന്ന് അടങ്ങ്. അതിനുശേഷം നിനക്ക് തോന്നിയതുപോലൊക്കെ നീ ചെയ്തോ. ചെറിയമ്മേ, ഇതെന്താ ഇവൾ ഇത്ര പെട്ടെന്ന് എത്തിയേ? തമ്പുരാനെ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? പറഞ്ഞത് മനസ്സിലായല്ലോ. നിന്റെ തോന്നിയ വാസ്തിന് ഓരോ വേണ്ടതിനും വിളിച്ചു പറയരുത്. ഇനി മേഘനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിയ ചാരുവിനോട് സോറി പറയടി. പറയാൻ എന്തിനിപ്പോ നീ എന്റെ മുഖത്തേക്ക് നോക്കുന്നേ? അവളോട് സോറി പറയാൻ. സോറി ചാരുമതി, ഞാനെന്തോ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഇനി ഒരിക്കലും മേഘനേച്ചിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ആയിക്കോട്ടെ. ചെറിയമ്മേ, ദാ കാപ്പി കുടിക്ക്. ശരി, നീ പോയിക്കോ. മിഥുനേട്ടാ, സിന്ദൂരം എന്റെ നെറ്റിയിലുണ്ടായിരുന്ന സിന്ദൂരം എങ്ങനെ മാഞ്ഞു പോയി? അത് മാഞ്ഞു പോകാൻ പാടില്ല. സിസ്റ്റർ, സിസ്റ്റർ, എന്റെ ഭർത്താവിന് എന്താ പറ്റിയ? എന്റെ മിഥുനേട്ടൻ എവിടെ? മേഡം, അപ്പുറത്തെ റൂമിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. മേഡത്തിന് ഇപ്പൊ വിശ്രമം വേണം. നിങ്ങളുടെയും കണ്ടീഷൻ ഇപ്പൊ ക്രിട്ടിക്കലാണ്. എന്റെ കണ്ടീഷൻ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ മിഥുനേട്ടനെ ഒന്ന് കാണണം. എനിക്ക് മിഥുനേട്ടന്റെ കൂടെ ഉണ്ടാവണം. മേഡം, 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 ഞാൻ പറയുന്നത് കേക്ക് മേഡം. സോറി സിസ്റ്റർ, നെറുകയിലുണ്ടായിരുന്ന സിന്ദൂരം മാഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തൊക്കെ പേടി തോന്നുന്നു. എന്റെ മിഥുനേട്ടന് എന്തെങ്കിലും പറ്റും. എനിക്ക് ഉടനെ ഏട്ടനെ കാണണം. പറയൂ സിസ്റ്റർ. എന്റെ മേഡം, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മേഡം, നിങ്ങൾ പോവാൻ പാടില്ല. അയ്യോ, എനിക്ക് പോണം. അയ്യോ മേഡം, മേഡം, പ്ലീസ് മേഡം. മേഡം, 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 നഴ്സ്.
എന്ത് പറ്റിയതാ? നെറുകയില് സിന്ദൂരം കാണുന്നില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന് എന്തോ പറ്റിയെന്ന് കരുതി പേടിച്ച് എണീറ്റ് ഓടിയതാ. ഭർത്താവിനോട് എന്തൊരു സ്നേഹ, ഇത് കണ്ടിട്ട് എനിക്കെന്നെ കൊതിയാവുന്നു. ഞാൻ ഇതൊന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ. മിഥുൻ നന്ദൻ ഏത് റൂമിലാണ് ഉള്ളത്? ഫസ്റ്റ് ഫ്ലോറിൽ ഐസിയുലാണ് സർ. എന്നാ വാ, നമുക്ക് വേഗം നോക്കാം. വാ. മിഥുൻ, എക്സ്ക്യൂസ് മീ, ഡോക്ടർ, ഞങ്ങളുടെ മോനിപ്പോ എങ്ങനെയുണ്ട്? ഹീസ് ഓൾ റൈറ്റ്. നിങ്ങൾ നന്ദി പറയേണ്ട അദ്ദേഹത്തിന്റെ വൈഫിനോടാ. അവർ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റേ. അല്ല, ജീവൻ പോലും അപകടത്തിലായേനെ. ഞാനൊന്ന് അകത്ത് ചെന്ന് അവനെ കണ്ടോട്ടെ. ഇപ്പൊ പറ്റില്ല മാഡം. ബോധം തെളിയുമ്പോൾ ഞങ്ങൾ പറയാം, അപ്പൊ വന്ന് കണ്ടോ. അതുവരെ വെയിറ്റിംഗ് റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തോളൂ പ്ലീസ്. എല്ലാവരും ചേട്ടെ. മിഥുനെ അവസ്ഥയെ കണ്ട ശേഷം എന്റെ പേടി കൂടിയിരിക്കുക ചെയ്യട്ടാ. സാറേ, നിങ്ങളാണോ മിഥുന്റെ അച്ഛനും അമ്മയും? അതെ. കുറച്ചു മുമ്പ് നിങ്ങൾ വിളിച്ചിരുന്നത് എന്നെയാ. ഇതാ ഫോൺ. മിഥുൻ എന്താ പറ്റിയത്? ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട് മാഡം. അതിൽ മുതലകളുണ്ട്. കാല് തെറ്റി മിഥുൻ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. വീണത് മുതലയുടെ വായിലേക്ക്. അത് കണ്ടതും നിങ്ങളുടെ മരുമോള് ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കമ്പും കയ്യിലെടുത്തോണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. ഞങ്ങൾ അവരോട് ചാടരുതെന്ന് പലതവണ പറഞ്ഞതാ. ജീവൻ അപകടമെന്ന് പറഞ്ഞിട്ടും അവര് കൂട്ടാക്കിയില്ല. ഭർത്താവിന്റെ ജീവനേക്കാൾ വലുതല്ല സ്വന്തം ജീവനെന്നും പറഞ്ഞ് അവര് വെള്ളത്തിലേക്ക് ചാടി. മുതലയുടെ വായിലകപ്പെട്ട ഭർത്താവിനെ അവരെങ്ങനെയോ രക്ഷിച്ച് വലിച്ച് കരയെ കൊണ്ടുവന്നു. അപ്പോഴേക്കും മുതല അവരുടെ കാലേക്കേറി കടിക്കുകയായിരുന്നു. അപാര ധൈര്യം തന്നെ. മുതലയായിട്ട് പൊരുതി രക്ഷപ്പെട്ട് അവര് മോളിൽ കയറി വന്നു. മോളിൽ കയറി വന്നപ്പോഴും അവർക്കൊന്നു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഭർത്താവിനെ രക്ഷിക്കണം, അയാൾക്കൊന്നും പറ്റരുതെന്ന് മാത്രമാ അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയൊന്നും വണ്ടിയില്ലാത്തോണ്ട് ഞങ്ങൾ വണ്ടി വിളിക്കാൻ പോയതാ. പക്ഷെ അവരപ്പോഴേക്കും ഭർത്താവിനെ വല്ലതും പറ്റുമെന്നുള്ള പേടികൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉന്തുവണ്ടിയിൽ ഭർത്താവിനെ കിടത്തി തള്ളി ഓടിച്ച് ഇവിടം വരെ എത്തിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയുടെ ഒരു ധൈര്യം കൊണ്ടാ അതിന്റെ ഭർത്താവ് രക്ഷപ്പെട്ടത്. പക്ഷെ അവരാണിപ്പോ
ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കുന്നത്. എന്നിട്ട് സ്വന്തം കാര്യം നോക്കാതെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ മിഥുൻ ഭാഗ്യവാനാ. ഇപ്പം മിഥുന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വെച്ചോ. അയ്യോ സാറേ, ഇതൊന്നും വേണ്ട. സാരമില്ല, വേണ്ട. ഇത് വെച്ചോളൂ. ഞാൻ വാങ്ങൂ. നിങ്ങൾ ഇൻഫോം ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. ഇതിരിക്കട്ടെ. എന്നാ ശരി സാറേ. ഓട്ടെ മേഡം. മിഥുനേട്ടാ, മേഘനെ, മേഘനെ, മേഘനെ എവിടെ? മേഘനെ, അയ്യോ സർ, സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറിനോട് ബെഡിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ ഇവൾക്ക് എങ്ങനെയുണ്ട്? സീരിയസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തൊരു സ്നേഹമാ സർ. അതുകൊണ്ടല്ലേ അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലായിട്ട് പോലും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. സമയത്ത് ഇവര് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവന് പോലും അപകടം ഉണ്ടായേനെ.
അത് മാത്രമല്ല സർ, കുറച്ചു മുമ്പ് ഇവർക്ക് ബോധം വന്നപ്പോ നെറുകയിൽ സിന്ദൂരം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് എന്തോ പറ്റിയെന്നും പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. എന്റെ നെറ്റിയിലുണ്ടായിരുന്ന സിന്ദൂരം എങ്ങനെ മാഞ്ഞു പോയി? എന്റെ ഭർത്താവിന് എന്താ പറ്റിയ? എന്റെ മിഥുനേട്ടൻ എവിടെ? സർ, മാഡത്തിനൊന്നും പറ്റില്ല. നിങ്ങൾ ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് സാറേ. സിസ്റ്ററെ, സിസ്റ്ററെ, ഒരു വീൽ ചെയർ എടുത്തോണ്ട് വരൂ. സാറേ, സാർ ഈ വീൽ ചെയറിൽ ഇരുന്നോളൂ. സാറേ, ഡോക്ടർ വന്നു കണ്ടാൽ ഞങ്ങളെ വഴക്ക് പറയുന്നു. പ്ലീസ് സർ, സാർ ഇതിലേക്ക് ഇരിക്കും. ണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും മിഥുന ജലനിരപ്പിനടുത്ത്